ഇടിച്ചക്ക തോരൻ കുഴഞ്ഞു പോകാതെ തയ്യാറാക്കാനായിട്ട് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. അതിനായിട്ട് ആദ്യം കുറച്ച് എണ്ണ എടുത്തിട്ട് കയ്യിലും കത്തിയിലൊക്കെ തടവിയ ശേഷം നമ്മൾ സാധാരണ ഇടിച്ചക്ക ഒന്ന് നേരാക്കിയെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നുറുക്കിയെടുക്കുന്നത്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരയ്ക്കരുത്, ക്രഷ് ചെയ്തെടുത്താൽ മതി ഈ ഒരു പാകത്തിൽ. എന്നിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്തൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഇടിച്ചക്ക ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, 2-3 മിനിറ്റ് മതി. ഇനി ഒരു ചെറിയ കപ്പ് നാളികേരം, അതുപോലെ തന്നെ 3-4 പച്ചമുളക്, 2-3 ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ഇടിച്ചൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.